അപകട മരണങ്ങൾ, എത്രയോ അപകട മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുമ്പോൾ, ഒരാൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് അവന്റെ തലയിൽ വലത് കൈ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് വലത് കൈ തലയിൽ വെച്ചിട്ട് ഖുർആനിലെ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ആ യാത്രയിൽ അവൻ അപകടമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്ത് തലയിൽ കൈവച്ച് ഓതിയിട്ട് വാഹനത്തിൽ കയറിയ അന്ന് നിനക്ക് അപകട മരണം ഉണ്ടാകില്ല ആ യാത്രയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഭക്ഷണം തന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഖുർആനിലെ ഈ 2 ആയത്ത് ഓതിയ അള്ളാഹു മരിക്കുന്ന കാലം വരെ അവന് പട്ടിണി കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ ആയത്ത് ഓതി പഠിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ നൽകു. അള്ളാഹുവേ, പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ സിർറുകളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. കടക്കാരായി മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹുവേ, ഇവരുടെ സ്വത്തിനും ഇവരുടെ സമ്പാദ്യത്തിനും ഇവരുടെ വീടിനും ഇവരുടെ കുടുംബത്തിനും ഈ സദഖ കൊടുക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നീ കാവല് നൽകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള 5 നല്ല വഴികൾ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഞാൻ പറയുന്നത് ഹദീസല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ 5 നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? ഫൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണ ലഭിക്കാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ, അല്ലാഹുവിന്റെ കാവലുണ്ടാകാൻ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന 1ാമത്തെ വഴി എന്തെന്നറിയുമോ? മനുഷ്യ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ സമാധാനത്തോടുകൂടി, പടച്ചവരെ, നീ നിശബ്ദനായിരുന്ന് ആ ഖുർആൻ ഓതുന്നത് നീ കേൾക്കണേ. ആ ഖുർആൻ പറയുന്നത് നീ കേൾക്കണേ. കേട്ടാൽ നിനക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നത് ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കുന്നവരാണ്. പക്ഷേ പരിഗണന നൽകാറില്ലല്ലോ. ഈ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഒരു പരിഗണന പോലും ഞാനും നിങ്ങളും നൽകാറില്ലല്ലോ. ആ ഖുർആനിനെ നമ്മളിൽ പലരും ബഹുമാനിക്കാറില്ല, ആദരിക്കാറില്ല, അതിന് നൽകേണ്ട പരിഗണന നൽകാറില്ല. എങ്കിലും നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാരി തങ്ങൾ പറയുകയാണ്, 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താമാരും കാക്കാമാരും കേട്ടോ, എല്ലാരും കേട്ടോ. 6 സമയങ്ങളിൽ എടാ സുഖമാണോ എന്ന് വെച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. പെണ്ണും പിള്ളയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടടാ, ആഫിയത്തുണ്ടോടാ ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. കള്ളുപിടിയും പെണ്ണുപിടിയും ഒന്നും ചോദിക്കണ്ട. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ